നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത്. 27 നാളുകൾ. ഈ 27 നാളുകളെ 999 എന്ന കണക്കിൽ 3 ഗണങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ശിവഗണം, വിഷ്ണുഗണം, ബ്രഹ്മഗണം എന്നിങ്ങനെ 3 ഗണങ്ങളായിട്ട്. അതിൽ വിഷ്ണുഗണത്തിൽ ജനിച്ച നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. വിഷ്ണുഗണത്തിലെ നാളുകാരെന്ന് പറയുന്നത് പുണർദം, വിശാഖം, രോഹിണി, രേവതി, ഉത്രിട്ടാതി, പൂയം, പൂരുരുട്ടാതി, തിരുവോണം, തൃക്കേട്ട. ഈ 9 നാളുകാരാണ്. ഈ നാളുകളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, ഈ നാളുകളിൽ ജനിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഈ വിഷ്ണുഗണത്തിൽ ജനിച്ച നാളുകാരുടെ ജീവിതത്തിലെ ചില രഹസ്യങ്ങളും ചില സവിശേഷതകളുമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കുക. പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ള അഭിപ്രായം എല്ലാവരും പറയണം കേട്ടോ. പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തെറ്റാണ് തിരുമേനി, ഇങ്ങനൊന്നും അല്ല എന്നുള്ളതും തീർച്ചയായിട്ടും പറയണം. അപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വിഷ്ണുഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാരുടെ രഹസ്യത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തത് വിഷ്ണുഗണത്തിൽ ജനിച്ചവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ചെറുപ്പം മുതലേ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രകൃതക്കാരാണ് ഈ വിഷ്ണുഗണ നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. എൻ്റെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞാൽ മതി, കഴിയുന്നതും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്, മറ്റുള്ളവർക്കൊരു ഭാരമാകരുത് എന്ന് കരുതി ജീവിക്കുന്നവരാണ് ഈ വിഷ്ണുഗണ നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ഇത് ചെറുപ്പം മുതലേ, കുഞ്ഞുനാൾ മുതലേ ഉള്ള ഒരു ശീലമാണ്. അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും ഞാൻ അവരെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കരുത്, അവരുടെ കാര്യങ്ങളും കൂടെ ഞാൻ മനസ്സിലാക്കണം, ഞാൻ അവർക്ക് ഒരു ഭാരമാകരുത്. ഇത് ജീവിതകാലം മുഴുവൻ, വയസ്സാം കാലത്ത് പോലും സ്വന്തം മക്കൾക്ക് പോലും ഭാരമാകരുത് എന്ന് കരുതുന്ന കൂട്ടരാണ് ഈ വിഷ്ണുഗണത്തിൽ ജനിക്കുന്നവർ എന്ന് പറയുന്നത്. ഇതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ചെറുപ്പം മുതലേ ഈ ശീലം കാണാൻ സാധിക്കുന്നതാണ്. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും താൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. താൻ ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും. 1000 പേര് വന്ന് 1000 അഭിപ്രായം ഒന്നും പറഞ്ഞാൽ അതിലൊന്നും ചാഞ്ചാടുന്നവരല്ല. ഏതെങ്കിലും ഒരു കാര്യമൊക്കെ വരുമ്പം 1000 അഭിപ്രായം വരും. പക്ഷേ ഇവർ സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനം അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ്. ചില സമയത്ത് ഇത് തെറ്റായിട്ട് പോകാൻ സാധ്യതയുണ്ട്. തെറ്റിയാലും ഇവർക്ക് വലിയ സങ്കടമൊന്നുമില്ല. കാരണം അത് എൻ്റെ തീരുമാനമായിരുന്നു, എൻ്റെ ശരികളായിരുന്നു എന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ് ഇക്കൂട്ടര്. ഈ ഒരു സ്വഭാവം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പേര്, ഇവർക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ടുള്ളവർ പോലും ഇവർക്ക് ശത്രുവായി തീരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. കാരണം പലരും വന്ന് പല അഭിപ്രായം പറയുമ്പം ഇവരത് ചെവിക്കൊള്ളത്തില്ല. എൻ്റെ തീരുമാനമാണ്, ഞാൻ ഇങ്ങനെയാണെന്ന് ഉറച്ചു നിൽക്കും. അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഉള്ളതുപോലെ വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതക്കാരാ. അതിന് മുന്നിൽ നിൽക്കുന്നവൻ എത്ര വലിയ കൊലകൊമ്പനാണെന്ന് പറഞ്ഞാലും എത്ര വലിയ ഉടയതമ്പുരാനാന്ന് പറഞ്ഞാലും ഇവർ മുഖത്ത് നോക്കി ഉള്ളത് തന്നെ പറയും. അതുകൊണ്ട് ആളുകൾക്ക് ഇവരെ പൊതുവെ വലിയ ഇഷ്ടമല്ല. ഇവർക്കിങ്ങനെ കൂടെ പോയി നിന്ന് സ്തുതി പാടാനോ പുകഴ്ത്തിപ്പാടാനോ എല്ലാവരും കൈയടിക്കുമ്പം കൂടെ കൈയടിക്കാനോ ഒന്നും ഇവർക്ക് അറിയത്തില്ല. ഇവർ തെറ്റ് കണ്ടാൽ ഇനി എത്ര വലിയവനാന്ന് പറഞ്ഞാലും അത് തെറ്റാണെന്ന് ഇവർ വിളിച്ചു പറയും, മുഖത്ത് നോക്കി തന്നെ പറയും എന്നുള്ളതാണ്. അതുകൊണ്ട് ആളുകൾക്ക് പൊതുവെ ഇവരോട് ഇവരെ കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു ഭയമോ അല്ലെങ്കിൽ ഉള്ളിൽ അത്തരത്തിലൊരു ചിന്തയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവർക്കാരെയും സുഖിപ്പിച്ച് സോപ്പിട്ട് കയ്യിലെടുക്കാനൊന്നും ഇവർക്ക് അറിയത്തില്ല. ചിലരുണ്ടല്ലോ എല്ലാവരെയും കാണുമ്പോൾ അവരെ ഒന്ന് സോപ്പിട്ട് സുഖിപ്പിച്ച് നല്ല വർത്താനം, ഇവർക്കതൊന്നും വരത്തില്ല. ഉള്ളത് എന്താണോ അവർക്ക് മനസ്സിൽ തോന്നുന്നത് അങ്ങനെ അവർ നേരെ തന്നെ പറയും. അതിന് ആരാണെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ആളാണ്, എല്ലാവരും വാഴ്ത്തുന്ന വ്യക്തിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇവർ തെറ്റാണെന്ന് പറയും. മനസ്സിൽ തോന്നുന്നത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിസ്സാര കാര്യത്തിന് വേണ്ടി പോലും ചിലപ്പോൾ ഇവർ പിണങ്ങിയെന്നിരിക്കാം. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിച്ചുവെന്നും വരാം.
അതായത് ചിലപ്പോൾ ഒന്നും കാണത്തില്ല, ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ ഇവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ അത് ഫീൽ ചെയ്യും. അത് പെട്ടെന്ന് അവർ സെൻസിറ്റീവായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ചില സമയത്ത് ഒന്നും കാണത്തില്ല, പക്ഷേ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു വലിയ പ്രത്യേകത, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും വലിയ സന്തോഷം കണ്ടെത്തുന്നവരാണ്. വലിയ കോടികളുടെ സമ്മാനവും ഒന്നും ഇവർക്ക് ജീവിതത്തിൽ ആവശ്യമില്ല. കുഞ്ഞു കുഞ്ഞു മുഹൂർത്തങ്ങളിൽ, ചിലപ്പോൾ ഒരു ചിരിയിലായിരിക്കും, ചിലപ്പം ജീവിതത്തിലെ ഒരു നല്ല നിമിഷത്തിലായിരിക്കും, അതിലൊക്കെ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നവരാണ് ഈ വിഷ്ണുഗണത്തിൽ ജനിച്ചവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ആപത്ത് ഘട്ടങ്ങളിൽ ഇവരുടെ കൂടെ നിന്നവരെ, ഇവരെ സഹായിച്ചവരെ ഇവര് ജീവിത അവസാനം വരെ മറക്കത്തില്ല എന്നുള്ളതാണ്. തൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം അവരെ ഇവര് പങ്കു ചേർക്കുന്നതായിരിക്കും. അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ്. മരിക്കാൻ കിടക്കുന്ന നേരത്ത് പോലും ആ ജീവിതത്തിൽ ഉപകരിച്ചിട്ടുള്ള വ്യക്തികളെ, സഹായിച്ചിട്ടുള്ള വ്യക്തികളെ ഇവർ മറക്കത്തില്ല. അത് ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് കണക്കാക്കാൻ സാധിക്കും. ഒരിക്കലും ബന്ധുക്കളോ ഏറ്റവും അടുത്ത് നിന്നവരോ ഒന്നും ആയിരിക്കത്തില്ല ഇവർക്ക് ആപത്ത് ഘട്ടങ്ങളിൽ ഉപകരിക്കുന്നത്. പലപ്പോഴും അന്യ ആളുകളും ചിലപ്പോൾ അന്ന് പരിചയപ്പെട്ടവരും ഒക്കെ ആയിരിക്കും ജീവിതത്തിൽ ഇവർക്ക് ഉപകാരികളായിട്ട് എത്തിപ്പെടുന്നതും എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് പോലും ഇവരെ പലപ്പോഴും ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല. ഇവരെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർക്കിപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ, ഇവരെന്ത് ടൈപ്പാണ്, ഇതൊന്നും പെട്ടെന്ന് ആർക്കും ഇവരെ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ സാധിക്കത്തില്ല. എല്ലാവർക്കും മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമുള്ള ക്യാരക്ടറുകളായിരിക്കും ഈ നാളുകളിൽ ജനിച്ചവർ എന്ന് പറയുന്നത്. ആഗ്രഹിച്ചത് അപ്പ കിട്ടണമെന്ന് മനസ്സിലുള്ളവരായിക്കൂട്ടര്. ആഗ്രഹിച്ചത് എത്രയും വേഗം കിട്ടണം, അങ്ങനെ ഇങ്ങനെയൊന്നും ആഗ്രഹിക്കത്തില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നിടം വരെ പിന്നെ ഊണുമില്ല ഉറക്കവും ഇല്ലെന്നുള്ള അവസ്ഥയാണ്. ഇങ്ങനെ പല ആഗ്രഹങ്ങളും മനസ്സിൽ കയറി കൂടിയിട്ട് ചിലപ്പം ദിവസങ്ങളോളം ഉറങ്ങാൻ കിടന്ന ഉറക്കം പോലും വരാതെ ഇരുന്ന അവസ്ഥയൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചില ആഗ്രഹങ്ങൾ മനസ്സിൽ കയറി കഴിഞ്ഞാൽ വല്ലാതെ അതിനെ മനസ്സിലിട്ട് വല്ലാതെ ചിന്തിച്ചു കൂട്ടുന്നവരാണ്, ആഗ്രഹിച്ച് കൂട്ടുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആരുടെ മുന്നിലും തല കുമ്പിടാനും ആരുടെ മുന്നിലും അമിത വിധേയത്വം കാണിക്കാനും ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല. ആരെങ്കിലും ഇന്ന ആളിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒട്ട് റെസ്പെക്റ്റോ ബഹുമാനമോ വരുത്തുമില്ല. ഇവർക്ക് മനസ്സിൽ തോന്നണം അയാൾ ബഹുമാനം അർഹിക്കുന്നുണ്ട്, അയാൾ ബഹുമാനത്തിന് അർഹനാണെന്ന് ഇവർക്ക് സ്വയം തോന്നിയാലേ, ഇവരുടെ അനുഭവങ്ങൾ ഇവരെ പഠിപ്പിച്ചാലേ ഇവരവരെ ബഹുമാനിക്കുകയോ റെസ്പെക്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ആരുടെയും വാലാകാൻ ഇവരെ കിട്ടത്തില്ല. ചിലരുണ്ട്, ചിലർക്ക് എർത്തായിട്ടൊക്കെ നടക്കുന്നവർ. അങ്ങനെ ഒരു സെറ്റപ്പിന് ഇവരെ കിട്ടത്തതേ ഇല്ല. ഒരിക്കലും ആർക്കും എർത്താകാനോ അല്ലെങ്കിൽ ആരുടെയും കൂടെ സഹായിയാകാനോ ഒന്നും, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവനാകാനൊന്നും ഇവർക്ക് കിട്ടത്തില്ല. ഇവർക്ക് എപ്പോഴും കാര്യങ്ങൾ മുന്നിട്ടിറങ്ങി നേതൃത്വം കൊടുത്ത് ഏറ്റെടുക്കുന്നതിലാണ് കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത്. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തികളാണ്. ചില സമയങ്ങളിൽ ഇവർ പോലും അറിയാതെ ഇവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ചില സമയത്ത് വളരെ ഇമോഷണലായി കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ അറിയാതെ തന്നെ കരഞ്ഞു എന്നും ഇരിക്കുന്നവരാണ്. ചിലപ്പം സംസാരിച്ച് ഇമോഷണലായി അങ്ങ് കരഞ്ഞു പോകും. അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഒരു നല്ല സിനിമ കാണുന്ന സമയത്ത്, അതിലൊരു നല്ല രംഗം വരുന്ന സമയത്ത് ചിലപ്പോൾ ഇവരുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകും. ചിലപ്പം വലിയ ഇതൊന്നുമുള്ള രംഗമൊന്നും ആയിരിക്കത്തില്ല, എങ്കിൽ പോലും ആ മുഹൂർത്തം മനസ്സിലേക്ക് ഉൾക്കൊണ്ട് വല്ലാതെ കണ്ണ് നിറയുന്നവരാണ്. അല്പം ഇമോഷണലായിട്ടുള്ള വ്യക്തികളായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ പലപ്പോഴും പലരുടെയും കളിയാക്കലൊക്കെ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പം സംസാരിച്ച് കാട് കയറി ആ ഇമോഷൻ ഉള്ളിലേക്കെടുത്ത് കണ്ണ് നിറഞ്ഞു പോകുന്നവരുമാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരാണ് ഈ വിഷ്ണുഗണത്തിൽ ജനിച്ചവർ. ഇവർ സംസാരിക്കുന്നത് ഒരിക്കലും നാവുകൊണ്ടല്ല, ഹൃദയത്തിൽ തട്ടി ഉള്ളിൽ നിന്നാണ് ഇവരുടെ ഓരോ വാക്കും വെളിയിലേക്ക് വരുന്നത് എന്നുള്ളത്. അത് നമുക്ക് ഇവരുടെ സംസാരത്തിൽ ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വീട്ടിലുള്ളവരുടെ ഭാര്യ, മക്കൾ, മകൻ, മകൾ ഇവരുമൊക്കെ ആയിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ്, വല്ലാത്തൊരു ബോണ്ടിങ് ഇവർക്കുണ്ടായിരിക്കുന്നതാണ്. അത് ഇവർക്കൊരല്പം പൊസസീവ്നെസ് ഉണ്ടാക്കാനും
സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ ഭാര്യ എന്നൊക്കെയുള്ള ഒരു കൂടുതൽ ഒരു അധികാരം എടുക്കൽ അല്ലെങ്കിൽ കൂടുതൽ ഒരു സ്നേഹം കൊണ്ടാണ്, അത് വേറെ ഒന്നുമല്ല, അങ്ങനെ ഒരു ചെറിയ പൊസസീവ്നെസ് ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വേറെ ആളുകളൊക്കെ വന്ന് തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെടുത്ത് സംസാരിക്കുന്ന സമയത്തൊക്കെ ഇവരിങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ട് ഇവർ പോലും അറിയാതെ നോക്കിപ്പോകുന്നവരുമാണ്. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് വിഷ്ണു നക്ഷത്രക്കാര്. പറ്റിയാൽ ലോകം മുഴുവൻ സഞ്ചരിക്കണമെന്ന് ആഗ്രഹമുള്ളവരാ. പക്ഷെ അതിനുള്ള സാഹചര്യവും സമയവും ചിലപ്പം ഇവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും കുഞ്ഞു യാത്രകൾ പോലും വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നവരാണ്. ചിലപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി അടുത്തൊരു 2 ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് ഇറങ്ങേണ്ട ഒരു ചെറിയ യാത്രയായിരിക്കും. ആ ചെറിയ യാത്ര പോലും ഏറ്റവും എൻജോയ് ചെയ്ത് ഏറ്റവും സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അന്നേരം ഉള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് ഈ വിഷ്ണു ഗണത്തിൽ ജനിച്ചവർ എന്ന് പറയുന്നത്. ഭൂതകാലത്തെ ഓർത്ത് അമിതമായിട്ട് വിഷമിക്കാനോ ഭാവി കാലത്തെ ഓർത്ത് അമിതമായിട്ട് ആശങ്കപ്പെടാനോ ഇവർക്ക് പൊതുവെ വലിയ താല്പര്യമില്ല. അന്നേരത്ത് ആ മൊമെന്റിൽ ജീവിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. അതുപോലെ ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് ഇവർ മനസ്സിലാക്കിയാൽ ഒരിക്കലും വീണെടുത്ത് കിടന്ന് ഇവർ ഉരുളത്തില്ല. തെറ്റ് അംഗീകരിക്കുകയും വേണമെങ്കിൽ മാപ്പ് പറയാനും ഒരുക്കമാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. പക്ഷേ തെറ്റിവരുടെ ഭാഗത്താണെന്ന് ഇവർക്ക് ഉത്തമ ബോധ്യം ഉണ്ടാകണം. അല്ലാതെ ചിലരെ പോലെ വളവള പറഞ്ഞ് അവിടെ കിടന്നുരുളാനായിട്ട് ഇവരെ കിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവാണ്. പഠിപ്പിക്കാനൊക്കെ നല്ല പ്രത്യേക ഒരു ചാതുര്യമുള്ള വ്യക്തികളാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ്. ഇവരെ കണക്കിലെടുക്കാത്തവരെ, ഇവർക്ക് ബഹുമാനം കൊടുക്കാത്തവരെ ഇനി എത്ര വലിയവനാന്ന് പറഞ്ഞാലും ഇവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. തിരിച്ചവരുടെ ഭാഗത്തുനിന്ന് ബഹുമാനമോ ഒരു സ്നേഹം കൊണ്ടുള്ള നോട്ടോ പോലും പ്രതീക്ഷിക്കേണ്ട. ഇങ്ങോട്ട് എങ്ങനെയാണോ അതിനനുസരിച്ചേ ഇവര് അങ്ങോട്ടും നിൽക്കത്തുള്ളൂ. അല്ലാതെ എല്ലാവരെയും കാണുമ്പം ചിരിച്ചു കാണിക്കുന്നവരോ വളവള പറയുന്നവരോ ആയിരിക്കില്ല വിഷ്ണു ഗണത്തിൽ ജനിച്ചവർ അധികം പേരും. അതുപോലെ ഒരു കാലത്ത് ജീവന്റെ ജീവനായിട്ട് സ്നേഹിച്ചിരുന്ന പല വ്യക്തികളെയും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിണങ്ങുകയും ഒരുപാട് വർഷം അവരുമായിട്ട് മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്യാനുള്ള യോഗം ഉള്ളവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരു 50, 60, 70 വയസ്സൊക്കെ ആയി കഴിയുമ്പം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും ഒരു കാലത്ത് ഏറ്റവും സ്വന്തമെന്ന് കരുതിയിരുന്ന, എന്നും കൂടെ കാണുമെന്ന് കരുതിയിരുന്ന, അല്ലെങ്കിൽ അത്രയും അടുപ്പമുണ്ടായിരുന്ന, അത് സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം, കൂട്ടുകാരാകാം, ആരും ആകാം, അങ്ങനെയുള്ള ചിലരുമായിട്ടൊക്കെ ഇവർ പിണങ്ങി ഒരു വഴക്കിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തോ ചിലപ്പം വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം മിണ്ടാതിരുന്ന പിണങ്ങിയിരുന്ന ഒരു ചരിത്രമൊക്കെ ഇവർക്ക് കാണാൻ സാധിക്കും. പക്ഷേ എന്നെങ്കിലും അതൊക്കെ മാറി ഇവർ തമ്മിൽ മിണ്ടുന്ന ഒരു കാലം ഇവരുടെ ജീവിതത്തിൽ വരികയും ചെയ്യും എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ പറയുന്ന വിഷ്ണു നക്ഷത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ, ഏറ്റവും വലിയ രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. വിഷ്ണു നക്ഷത്രക്കാർ ഇത് കേട്ട് കാണുമെന്ന് കരുതുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ശരിയാണെന്നുള്ളത് എല്ലാവരും അഭിപ്രായങ്ങൾ പറയണേ. ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.